നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ മൊബൈൽ ഫോൺ ഭയങ്കര ഹീറ്റാകുന്നത് കാണാൻ സാധിക്കും. മൊബൈൽ ഫോൺ ചൂടാകുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ചെറിയ ഒന്നോ രണ്ടോ ആപ്പൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ ഹീറ്റാകും. അപ്പോൾ പല ആളുകളും ഈ ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്കാറാണ് പതിവ്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ ഒന്ന് രണ്ട് സെറ്റിങ്സ് ഞാൻ കാണിച്ചുതരാം. നിങ്ങളത് മാറ്റം വരുത്തിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ചൂട് കുറയുന്നുണ്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഹീറ്റ് കുറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ആ സെറ്റിങ്സ് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ളത്. ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ പെർഫോമൻസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. പെർഫോമൻസ് എന്ന് എഴുതി തുടങ്ങുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം ബാറ്ററി എന്ന് കാണുന്ന ഭാഗത്ത് ഹൈ പെർഫോമൻസ് എന്നുള്ളൊരു സെറ്റിങ്സ്. ഈ ഹൈ പെർഫോമൻസ് എന്നുള്ളത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒന്നാമത്തെ ഭാഗം നമുക്ക് നോക്കാം. ഹൈ പെർഫോമൻസ് മോഡ് എന്നുള്ളൊരു ഫീച്ചർ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഡിവൈസിനകത്ത് നമ്മളുടെ ബാറ്ററി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയെ കൂടുതൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ ഹൈ പെർഫോമൻസ് മോഡ്. നമ്മുടെ ഫോണിനകത്ത് ആപ്പുകൾ മാത്രമല്ല വൈഫൈ ബ്ലൂടൂത്ത് പോലുള്ള ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഇതെല്ലാം സദാസമയം പ്രവർത്തിക്കുകയും നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ എല്ലാ ഫീച്ചറുകളും ഹൈ പെർഫോമൻസിലേക്ക് മാറുകയും നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് തീരുകയും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിക്ക് കൂടുതൽ വർക്ക് ഉണ്ടാകുകയും ഫോൺ ഹീറ്റാകാൻ കാരണമാകുകയും ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഹൈ പെർഫോമൻസ് എന്നുള്ള കാണുന്ന ഭാഗത്ത് ഇതുപോലെ ഓൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ രണ്ടാമത്തെ സെറ്റിങ്സിലേക്ക് വരാം. ഒപ്റ്റിമൈസ് ബാറ്ററി യൂസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒപ്റ്റിമൈസ് ബാറ്ററി യൂസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള മുഴുവൻ ആപ്പുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഏതൊക്കെ ആപ്പുകൾ ഉപയോഗിക്കുന്നതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കാത്ത എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ആപ്പുകളുണ്ടെങ്കിൽ അത്തരം ആപ്പുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്ന് ഓട്ടോ ഒപ്റ്റിമൈസ് എന്നും ഡോണ്ട് ഒപ്റ്റിമൈസ് എന്നും ഓൾവേസ് ആസ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഓട്ടോ ഒപ്റ്റിമൈസ് എന്നുള്ളിടത്ത് വെക്കുന്നതാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ തീരെ ഉപയോഗിച്ചിട്ടില്ല എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്ന് കരുതി ഡൗൺലോഡ് ചെയ്ത ആപ്പുകളുണ്ടെങ്കിൽ ഇതുപോലെ ഓട്ടോ ഒപ്റ്റിമൈസ് എന്ന് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റ് ചെയ്യുന്ന ആപ്പുകൾ ഏത് സമയത്താണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഇങ്ങനെ ഓൾവേസ് സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമ്മുടെ ഫോണിനകത്തുള്ള ബാറ്ററി അത്ര ആപ്പുകൾ ഉപയോഗിക്കുകയും ഒരാവശ്യമില്ലാതെ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് പോലും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഓവറായിട്ട് ഉപയോഗിക്കുകയും അത് ഫോണിന് ഹീറ്റ് വരാൻ കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കാത്തപ്പോൾ പ്രത്യേകിച്ച് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓൺ ചെയ്ത് വെക്കാം. ഈ മൂന്നാമത്തെ സെറ്റിങ്സ് കാണാം. സ്ലീപ്പ് സ്റ്റാൻഡ് ബൈ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ. ഇത് നിങ്ങളുടെ ഫോണത്ത് ഇതുപോലെ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഫോണെങ്കിൽ ബ്രൈറ്റ്നസ് ഒക്കെ ഓഫ് ചെയ്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണ്, ഫോണങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലെ ബാറ്ററിയും അതുപോലെ തന്നെ സ്ലീപ്പ് മോഡിലേക്ക് മാറും. അതാണ് ഈ ഫീച്ചർ. സ്ലീപ്പ് സ്റ്റാൻഡ് ബൈ ഒപ്റ്റിമൈസേഷൻ എന്നാണ്. നമ്മൾ എപ്പോഴാണ് ഫോണ് ഓഫ് ചെയ്തത്, ഇപ്പോൾ ലോക്കൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ സ്ക്രീനൊക്കെ ഓഫ് ചെയ്ത് മൊബൈൽ ഫോൺ അടിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പുകൾക്ക് ഈ ബാറ്ററി ഉപയോഗം തടഞ്ഞു വെക്കും. അത് നമ്മുടെ ഫോൺ റണ്ണിങ്ങിൽ മാത്രം, ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം നമ്മുടെ ബാറ്ററി ഉപയോഗിക്കുള്ളൂ. ഉറങ്ങുന്ന സമയത്തൊക്കെ ബാറ്ററി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. ബാറ്ററി ഓഫ് ചെയ്യല്ല, ബാറ്ററിയുടെ പെർഫോമൻസ് ഓഫ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഏറ്റവും താഴെ ഭാഗത്തൊരു സെറ്റിങ്സ് കാണാം. ആപ്പ് ബാറ്ററി മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആപ്പ് ഇവിടെ പ്രത്യേകം കാണാൻ സാധിക്കും. ആ ഒരു ആപ്പിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആപ്പിനകത്ത് ഇതുപോലെ കുറേ സെറ്റിങ്സുകൾ കാണാം. ഇവിടെ നിങ്ങളുടെ ഫോണിനകത്ത് ഇതുപോലെ അലോ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി എന്നുള്ളത് ഓൺ ആണ് കിടക്കുന്നെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇത് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇങ്ങനെ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള മുഴുവൻ ആപ്പുകളും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ റൺ ചെയ്യും. അധികം ആപ്പുകളും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ഒരു ആപ്പ് നമുക്ക് ബാറ്ററി ചാർജ് ഉപയോഗിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കും. അങ്ങനെ എല്ലാ ആപ്പുകളും അതായത് സമയത്ത് കൃത്യമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയൊക്കെ അതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ഒരു 10-30 ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ആപ്പുകളൊക്കെ എല്ലാ സമയത്തും നമ്മുടെ ബാറ്ററി ഉപയോഗിക്കുമ്പോൾ ഫോൺ പെട്ടെന്ന് ഹീറ്റാകാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ അലോ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി എന്നുള്ളത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഓരോ ആപ്പ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ അലോ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരാം. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ഏറ്റവും മുകളിൽ സ്കാൻ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വൈഫൈ സ്കാനിംഗ് എന്നുള്ള ഓപ്ഷൻ. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന ഏറ്റവും മുകളിൽ വൈഫൈ സ്കാനിംഗ് എന്നും താഴെ ഭാഗത്ത് ബ്ലൂടൂത്ത് സ്കാനിംഗ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ വൈഫൈ സ്കാനിംഗ് എന്ന് കാണുന്ന ഭാഗത്ത് ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. ബ്ലൂടൂത്ത് ഭാഗത്ത് നിങ്ങൾ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് സെറ്റിംഗ്സ് പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഫോണിനകത്ത് നമ്മളുടെ വൈഫൈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ
നമ്മൾ ഈ ഒരു ഭാഗം ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ മൊബൈൽ ഫോണുമായി പോകുമ്പോൾ അവിടെ പരിസരത്തെവിടെയെങ്കിലും വൈഫൈ ഉണ്ടോ എന്ന് ഫോൺ ഇങ്ങനെ ഓരോ സമയം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ബ്ലൂടൂത്ത് സ്കാനിങ്ങും, ബ്ലൂടൂത്ത് പെയർ ചെയ്യാൻ ഏതെങ്കിലും ബ്ലൂടൂത്ത് കണക്ഷൻ വെയിറ്റിങ്ങിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ 10 മിനിറ്റിലും നമ്മുടെ ഫോൺ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മുടെ ബാറ്ററി ഉപയോഗിക്കും. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് റൺ ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിലൂടെ നമ്മുടെ ബാറ്ററി നമുക്കൊരു പരിധി വരെ സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്ത സെറ്റിങ്സ് ഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾ പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ കാണാം പ്രിൻ്റ് എന്നുള്ള ഒരു സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സാധിക്കും. ഇവിടെ കാണാൻ നോക്കി ഡീഫോൾട്ട് പ്രിൻ്റ് സർവീസ് ഓൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. അതായത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് നമുക്ക് പ്രിൻ്ററുമായി കണക്ട് ചെയ്യാൻ വേണ്ടി ഓരോ സമയം നമ്മുടെ ഫോൺ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഉപയോഗിക്കും. അപ്പം ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്നുള്ള സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങളുടെ ബ്രൈറ്റ്നസ് ഓട്ടോ ബ്രൈറ്റ്നസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചൊക്കെ കുറയും. നമ്മൾ ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മുടെ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുകയും വെളിച്ചമുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ബ്രൈറ്റ്നസ് കുറയൊക്കെ ചെയ്യും. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ബ്രൈറ്റ്നസ് കൂടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഓട്ടോ ബ്രൈറ്റ്നസ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യമുള്ളവർക്ക് മാത്രം ബ്രൈറ്റ്നസ് കൂടുകയും അല്ലാത്ത സമയത്ത് ബ്രൈറ്റ്നസ് കുറയുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബാറ്ററി നമുക്ക് പെട്ടെന്ന് ഹീറ്റാകുന്നത് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീരുന്ന പ്രശ്നമുണ്ടെങ്കിലും അത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒട്ടനേകം ഫീച്ചറുകൾ നമ്മുടെ ഫോണിനകത്തുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എല്ലാം കൂടെ പരിശോധിക്കുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.